നോമ്പ് കാലത്ത് മാത്രം പൊട്ടിമുളച്ച് വരുന്ന ചില സ്നാക്സ് ഉണ്ടല്ലേ. അല്ലാത്തപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ നോമ്പ് കാലത്ത് ഇത് പതിവായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മുട്ട ബജി. അതിനിവിടെ ആൾക്കാർ കൂടുതലാണ്. പണ്ടങ്ങ ഒരു പ്രാവശ്യം ചമ്മന്തി വെച്ചുണ്ടാക്കിയപ്പോൾ പിന്നെ വെറുങ്ങനെ മുട്ട ബജി കഴിക്കാൻ ആർക്കും വയ്യ. ചമ്മന്തി ഇല്ലാതെ മുട്ട ബജി വേണ്ടാന്ന് പറയല്. സംഭവം ഈ മുട്ട ബജി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ടിട്ടേ ഉണ്ടാക്കാറുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാലേ, ഒരു ഫുഡ് ഇഷ്ടമായാൽ സ്ഥിരമായിട്ട് അതന്നെ ഉണ്ടാക്കാൻ പറയും. എന്നിട്ട് അവസാനം ഒരു 1-2 ആഴ്ച അതന്നെ സ്ഥിരമായിട്ട് കഴിച്ചിട്ട് മടുക്കും. പിന്നെ ജീവിതത്തിൽ ആ ഫുഡ് തൊട്ടാക്കാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ ഞങ്ങളിവിടുത്തെ. അതുകൊണ്ടാണ് കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ട് വല്ലപ്പോഴും ഉണ്ടാക്കുന്നത്. പിന്നെ പ്രാവശ്യത്തെ മുട്ട ബജി ഞാനൊന്ന് എയർ ഫ്രയറിൽ പരീക്ഷിച്ച് നോക്കി. അതാണ് കേട്ടോ ഈ കാണുന്നത്. എണ്ണയിൽ മുക്കി പൊരിക്കുന്നതും ഇങ്ങനെ മുട്ട ബജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടോ. എന്തായാലും ഇത് ഹെൽത്തിയാണ്. പക്ഷേ വീട്ടിലെ കാരണവർക്കേ മുട്ട ബജിയും കൂടി കൊളാക്കി വെച്ചാൽ പിന്നെ സഹിക്കൂല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.